കെ ജയകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. പിന്നെ സാധാരണ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ആളുകളുടെ എണ്ണം മാസപൂജയ്ക്ക് എണ്ണം കൂടി വരികയാണ്. അത് കാരണം നമ്മൾ ആകെ ചെയ്തിരിക്കുന്നത് സാധാരണ ഉള്ള മാസപൂജയ്ക്ക് എടുക്കുന്ന ക്ലീനിങ് സ്റ്റാഫിനേക്കാളും ഒരു 20% കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. ക്ലീനിങ് നേരത്തെ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ക്രമീകരണങ്ങളൊക്കെ പഴയതുപോലെ തന്നെ മാസപൂജയ്ക്ക് കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കർക്കിടക മാസ പൂജ കഴിയുമ്പോൾ നമ്മൾ അപ്പം തൊട്ട് പിന്നെ പ്രധാന സീസണിലേക്കുള്ള ക്രമീകരണങ്ങളും അറേഞ്ച്മെൻറ്റുകളും കർക്കിടകത്തിൻ്റെ പൂജയ്ക്ക് ശേഷം തുടങ്ങണം എന്നാണ് ക്ലീനിങ് ഉൾപ്പെടെ. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ തന്നെ വിശദമായിട്ട് പറയാം. അതിൻ്റെ പ്ലാനിങ് ഒക്കെ ആയിക്കോട്ടെ. പ്രോട്ടോക്കോളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? ഗ്രീൻ പ്രോട്ടോക്കോൾ തീർച്ചയായിട്ടും അത് ഇപ്രാവശ്യം അത് പറയാനിരിക്കുന്നതേ ഉള്ളൂ. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. പ്ലാസ്റ്റിക് ഫ്രീ ശബരിമല എന്നുള്ളത് വെറുതെ പറയില്ല, യാഥാർത്ഥ്യമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അങ്ങനെയാണ് നമ്മൾ. അത് കേട്ടോ, അത് കൊള്ളാം. SIT സംഘം പരിശോധനയ്ക്ക് വരുന്നുണ്ട്. എൻ്റെ വിഷയമല്ല കുഞ്ഞി, അത് ദേവസ്വം ബോർഡ് സഹകരിക്കും. ദേവസ്വം ബോർഡ് സഹകരിക്കാതിരുന്ന ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് സഹകരിക്കാതെ ഞങ്ങളുടെ ജോലിയല്ലേ. വിവാദമായ ഒരു ഇതായിരുന്നു. അപ്പം അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.